പുണ്യപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ വെള്ളനാട് ദേവി തിരുസന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. വിശേഷാൽ പൂജകളുള്ള ഈ ക്ഷേത്രത്തിലെ മീനഭരണി പൊങ്കാല മഹോത്സവത്തിന്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് M5 ന്യൂസ്. തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയിലെ പരമപവിത്രമായ ദൈവിക സന്നിധിയിലൊന്നാണ് വെള്ളനാട് ശ്രീ ഭഗവതി ദേവീക്ഷേത്രം. ദേവി തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല എന്ന വിശ്വാസം ഭക്തരിലുണ്ട്. സങ്കടങ്ങളും വ്യാകുലതകളും ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളും എല്ലാം അകന്ന് ജീവിത സൗഖ്യം നേടാൻ ചൈതന്യമൂർത്തിയായ വെള്ളനാട്ടമ്മയുടെ മുൻപിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഭക്തർ. ഗ്രാമപഞ്ചായത്തിൻ്റെയും സ്ഥലം MLAയുടെയും MP യുടെയും ജില്ലാ കളക്ടറുടെയും ഒക്കെ പരിപൂർണമാർന്ന പിന്തുണയോടുകൂടി നടത്തപ്പെടുന്ന ഈ പൊങ്കാലയിൽ പോലീസ്, ഫയർഫോഴ്സ്, മറ്റ് സന്നദ്ധ സംഘടനകളുടെ എല്ലാ പിന്തുണയും വലുതാണെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ പറഞ്ഞു. വെള്ളനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പൂർണ്ണമായ നേതൃത്വം വർഷങ്ങളായി ഈ ക്ഷേത്രത്തിലെത്തുന്ന ആപാല വൃത്തജനങ്ങൾക്ക് ഒരുക്കുക എന്നതാണ് പ്രാദേശിക ഗവൺമെൻറ് എന്നുള്ള ഞങ്ങളുടെ കടമ. ഞാൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും കൂടി വെള്ളനാട് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റുമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KS രാജലക്ഷ്മിയുടെയും അതുപോലെ സ്ഥലം MLA അഡ്വക്കേറ്റ് G സ്റ്റീഫനും ഇവിടുത്തെ MP അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് ഉൾപ്പെടെ ഞങ്ങൾ ക്ഷണിച്ചിരിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു കൂട്ടിയ സർവകക്ഷി യോഗമുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, പോലീസ് അടക്കം, ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി, അതുപോലെ എക്സൈസ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ച് പഞ്ചായത്ത് ക്ഷേത്രവും 2 തവണ അതിൻ്റെ ക്രമീകരണങ്ങൾ വിളിച്ചിരുന്നു. ആ ക്രമീകരണങ്ങളുടെ ഒരു പൂർണ്ണ രൂപമാണ് ഇപ്പോൾ കാണുന്നത്. KSRTC ഡിപ്പോ അടക്കമുള്ള വാഹന ക്രമീകരണങ്ങൾ. വെള്ളനാട് ക്ഷേത്രവും പരിസരവും 1 കിലോമീറ്റർ ബഹുമാനപ്പെട്ട കേരള സർക്കാർ അവധിയായി പ്രഖ്യാപിച്ചിട്ട് 10-30 വർഷമായിട്ടുണ്ട്. 1 കിലോമീറ്റർ ദൂരം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം വരുന്ന പൊതുജനങ്ങൾക്ക് സൗകര്യം ഒരുക്കുക എന്നുള്ള ഞങ്ങളുടെ പ്രാദേശിക ഗവൺമെൻറ് ജോലി, ആ കടമ, കർത്തവ്യം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് 10,000-കണക്കിന് സ്ത്രീഭക്ത ജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കാൻ വരുന്നത്. അതിന് KSRTC, മറ്റു വാഹനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വ്യാപാര സംഘടനകൾ എല്ലാവരുടെയും പിന്തുണയോട് കൂടിയാണ് ഈ വെള്ളനാട് ക്ഷേത്രവും പരിസരവും ഇത്രയും ഭക്തി നിർഭരമായി നാം കാണുന്നത്. പ്രാധാന്യമേറിയ ഉദയാസ്തമയ പൂജ, നിത്യപൂജയ്ക്ക് പുറമെ 18 പൂജകളും ശ്രീഭൂത ബലിയും നടക്കുന്ന തെക്കൻ കേരളത്തിലെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. പൊങ്കാലയ്ക്ക് നമ്മളൊരു 10-35 വർഷം കൊണ്ട് വരെ നമ്മുടെ നടയിൽ ഐശ്വര്യമായ വെള്ളനാട് അമ്മയ്ക്ക് ഏറ്റവും പൊങ്കാല അർപ്പിക്കുകയാണ്. ഭക്തജനങ്ങൾ ഒരുപാട് അനേകം നാട്ടിൽ നിന്ന് വരികയാണ്. അവിടെ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടണമെന്ന്. പൊങ്കാല 10:30 ഞാൻ 5 മണിക്ക് 5:30 എത്തി. അപ്പോൾ അമ്മയുടെ നടയിൽ തന്നെ കലവും അടുപ്പും കിട്ടി. എല്ലാത്തിനും 35 വർഷം കൊണ്ട് അമ്മയുടെ നടയിൽ പൊങ്കാലയിടുകയാണ്. തിരക്കുണ്ട്. അതിലുപരി തിരക്കുണ്ട്. ഇപ്പോൾ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ നടയിൽ ഏത് കാര്യം പ്രാർത്ഥിച്ചാലും അമ്മ അത് സാധിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുവരെ അനുഭവങ്ങളുണ്ട്. പങ്കുവയ്ക്കാൻ ഞാൻ മക്കളുടെ കാര്യത്തെക്കുറിച്ചൊക്കെ അനുഭവങ്ങളുണ്ട് എനിക്ക്. ജോലിയൊക്കെ അങ്ങനെ സംബന്ധിച്ച് എല്ലാം നടന്നിട്ടുണ്ട്. പൊങ്കാലയിടണം പറ്റുന്ന ഇതുവരെയും മുടക്കം വന്നിട്ടില്ല. 35 വർഷം കൊണ്ട് അമ്മയുടെ നടയിൽ പൊങ്കാലയിടുകയാണ്. എൻ്റെ പേര് ബീന. വള്ളുവനാട്ടിൽ നിന്ന് കൂട്ടമായി വന്ന് താമസിച്ച ജനസമൂഹത്തിൻ്റെ ആവാസ സ്ഥലം എന്ന രീതിയിൽ വെള്ളനാട് എന്ന സ്ഥലനാമം ഈ ദേശത്തിന് ലഭിച്ചു. വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ പീഠവും വാളും ചിലമ്പും വെച്ച് പൂജ കഴിച്ചിരുന്ന ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരനായ കാരണവർക്കുണ്ടായ ഒരു സ്വപ്നദർശനം ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തിരുവല്ലം ഭാഗത്തെ മൂലസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ദാരുവിഗ്രഹമാണ് ഇന്ന് ഇവിടെ ഉള്ളത്. മുമ്പ് ചൊവ്വയും വെള്ളിയും മാത്രം തുറക്കുന്ന ഈ മുടിപ്പുരയായിരുന്നു ഇവിടെ. ക്രമേണ മാറ്റങ്ങൾ ദ്രുതഗതിയിൽ വരികയായിരുന്നു. വടക്ക് ദർശനമായി തങ്കത്തിൽ പൊതിഞ്ഞ ദാരുവിഗ്രഹത്തിൽ വേതാളകണ്ഠസ്ഥിതയായ ശ്രീ ഭദ്രകാളി അമരുന്നു. താകിനെ നിഗ്രഹിക്കാൻ ഭഗവൻ പരമേശ്വരൻ്റെ ജടയിൽ നിന്ന് ഉദ്ഭവിച്ച അതിരൗദ്രയായ ഭദ്രകാളി സങ്കല്പത്തിലാണ് ഇവിടെ ആരാധന നടക്കുന്നത്. പൊങ്കാലയ്ക്ക് ശേഷം ആ യുദ്ധസ്മരണയ്ക്കായി ഇവിടെ ഒന്നിടവിട്ട വർഷങ്ങളിൽ പറണേറ്റും നിരത്തിൽ പോരും നടക്കുന്നു. വെള്ളനാട് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം വളരെ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചതിലും അപ്പുറത്ത് അഭൂതപൂർവമായ ജനത്തിരക്കോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന പൊങ്കാല അത്
കണ്ണകി ചരിത്രത്തിലെ തോറ്റമ്പാട്ടിൽ പറയുന്ന ദുഷ്ടനായ പാണ്ഡ്യനെയും തട്ടാനെയും ഒക്കെ കൊല്ലുന്ന അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആഹ്ലാദം പങ്കുകൊണ്ടാണ് അവരെ ആ ദുഷ്ടന്മാരെ കൊന്നതിൻ്റെ ആഹ്ലാദം അറിയിക്കുന്നതിനാണ് സ്ത്രീ ഭക്തജനങ്ങൾ ഇന്ന് വന്ന് പൊങ്കാല ഇടുന്നത്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തൂക്ക മഹോത്സവം നടക്കുന്നു. തൂക്ക മഹോത്സവത്തിൽ കൊച്ചുകുട്ടികൾ കൊണ്ടുള്ള അവരുടെ തൂക്കം നടത്തുന്നതിനുമായിട്ടും ഒരു ഐതിഹ്യം ഉണ്ട്. ദാരിക നിഗ്രഹത്തിന് ശേഷം പറണേറ്റിനും നിലത്തപ്പോരിനും ശേഷം ദാരികന് നിലത്തപ്പോരിൽ വെച്ച് കൊല്ലുന്ന ശേഷം രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ശ്രീ ഭദ്രകാളി ആ ദേവിയുടെ രൗദ്രഭാവം കുറയ്ക്കുന്നതിന് വേണ്ടി ശ്രീ പരമേശ്വരൻ്റെ നിർദ്ദേശപ്രകാരം നന്ദികേശനും അതുപോലെ തന്നെ ഗണപതിയും രണ്ട് കൈക്കുഞ്ഞുങ്ങളുടെ രൂപത്തിൽ ഗോപുര നടയിൽ കിടക്കാൻ വേണ്ടി പരമേശ്വരൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ രൗദ്രഭാവത്തിൽ വരുന്ന ഭദ്രകാളി നന്ദികേശനെയും അതുപോലെ തന്നെ ഗണപതിയെയും കാണുമ്പോൾ, കൈക്കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആ അമ്മയുടെ മാതൃ സ്നേഹം, അമ്മയുടെ ഭാവം ഉൾക്കൊള്ളുകയും ക്രമേണ രൗദ്രഭാവം കുറഞ്ഞ് ശാന്തയായി തീരുകയും ചെയ്യുന്നു. അതിൻ്റെ പ്രതീകമായിട്ടാണ് കൈക്കുഞ്ഞുങ്ങളെ ദേവിക്ക് ചുറ്റും നിലത്തപ്പോരെല്ലാം കഴിഞ്ഞ് ദാരിക നിഗ്രഹം കഴിഞ്ഞ് രൗദ്രഭാവത്തിലിരിക്കുന്ന ദേവിയുടെ രൗദ്രഭാവം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ കുഞ്ഞുങ്ങളെ ദേവിയുടെ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ നേർച്ച തൂക്കമായി നടത്തുന്നത്. ശത്രുസംഹാരം ഉൾപ്പെടെയുള്ള പൂജകൾ പെട്ടെന്ന് ഫലം തരുന്നതിന് കാരണം ദേവിയുടെ രൗദ്രഭാവമാണെന്ന് സങ്കല്പം. ദേവിയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന മീനഭരണി പൊങ്കാല മഹോത്സവത്തിന് എല്ലാ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സന്നദ്ധ സംഘടനകളുടെ പിന്തുണയുമുണ്ട്. ദേവിയുടെ തിരുസന്നിധിയിൽ പൊങ്കാല അർപ്പിക്കുന്ന സ്ത്രീകൾക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇല്ല, ഞങ്ങളിത് എല്ലാ വർഷവും ഞങ്ങളൊരു 10-15 വർഷമായി ഞങ്ങൾ സർവീസിലുള്ള ജവാന്മാർ ഈ പൊങ്കാല നാളിലും പിന്നെ ഒൻപതാം ഉത്സവത്തിന് അന്നദാനവും ഞങ്ങളുടെ സർവീസിലുള്ള ജവാന്മാരുടെ കണക്കാണ്. അതിൽ ഞങ്ങൾ മാക്സിമം ആൾക്കാർ അന്ന് ലീവിനെത്താൻ നോക്കും. പക്ഷേ സാധിക്കാത്തവരാകുമ്പോൾ അവരുടെ സഹകരണം ചെയ്ത് ഞങ്ങൾ പൊങ്കാല നാളിൽ നമ്മൾ ദാഹജലവും പിന്നെ നമ്മുടെ ഒൻപതാം ഉത്സവത്തിന് അന്നദാനവും നമ്മുടെ സർവീസിലുള്ള ജവാന്മാരുടെ കണക്കാണ്. പിന്നെ അതിൽ കഴിയുന്നതും നമ്മൾ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, പങ്കെടുപ്പിക്കാൻ നോക്കും. പക്ഷേ അതിൽ ലീവ് കിട്ടുന്നതിൻ്റെ അനുസരിച്ചേ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. പിന്നെ വെള്ളനാട്ടിൽ നിന്ന് മാത്രമുള്ള സർവീസിലുള്ളവർ മാത്രമേ ഉള്ളൂ അതോ? വെള്ളനാട് ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട് ഇതിൽ. സർവീസുള്ളവർ എല്ലാവരും ലീവിൽ വന്നിട്ട് ആഘോഷിക്കുന്ന എല്ലാവരും ഒത്തുകൂടി അവരൊരു സംഭാവന കൊടുത്ത് നടത്തുന്ന ഒരു പരിപാടിയായിട്ട് മാറി. എക്സ് സർവീസിൽ ഉള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്? ഇല്ല, എക്സ് സർവീസിൽ ഇത് സർവീസിലുള്ള ജവാന്മാർ മാത്രമായിട്ട്, സർവീസിലുള്ളവർ മാത്രം. ആർമി, നേവി, പാരാമിലിറ്ററി ഫോഴ്സസ് എല്ലാം കൂടെ സംയുക്തമായിട്ട് എല്ലാ ഫോഴ്സിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ എത്ര വർഷമായിട്ട് നിങ്ങൾ കൊടുക്കുന്നു? ഞങ്ങൾ 15 വർഷമാണ്. അന്നദാനം എന്നോട് തുടങ്ങി അന്ന് പോലെ ഞങ്ങൾ ഒൻപതാം ഉത്സവത്തിന് സർവീസിലുള്ളവരെ അന്നദാനമാണ്. എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ അന്നദാനത്തിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും വരുന്നതും. 10:30 ഭണ്ഡാരടുപ്പിൽ തിരികൊളുത്തി ആ മഹാജ്യോതി പൊങ്കാല അടുപ്പുകളിലൂടെ പടർന്ന് ഓരോ പൊങ്കാലയെടുപ്പും യാഗശാലയ്ക്ക് സമാനമായി. 11:45 നിവേദ്യം കഴിച്ച മീനഭരണി പൊങ്കാലയുടെ ഭക്തി നിർഭരതയിൽ ഭക്തർ മടങ്ങി. വെള്ളനാട്ടമ്മയുടെ തിരുസന്നിധിയിൽ ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം അനന്തപത്മനാഭൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.